ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹു. ഇളം നീല സാരിയുടുത്ത് ഒരു നേർത്ത ചിരിയുമായി തങ്ങൾക്ക് നേരെ നടന്നു വരുന്ന സ്ത്രീരൂപത്തെ ഭയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു രഘുരാമനും ഭാര്യ ശാന്തിയും. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തങ്ങൾ അറിയാതെ പിന്തുടർന്നത് ഇവളായിരുന്നോ? ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് വാച്ച്മാൻ വന്ന് പറഞ്ഞപ്പോൾ അത് ഇവളാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ ഈശ്വരന്മാരെ. ഭയന്ന മുഖത്തോടെ രഘുരാമൻ ശാന്തിയെ നോക്കി. മുന്നിൽ ഒരു പ്രേതത്തെ കണ്ട പോലെ ശാന്തയുടെ മുഖം ആകെ വിളറി വെളുത്തിരുന്നു. അപ്പോൾ 20 വർഷങ്ങൾക്ക് മുൻപുള്ള കനത്ത മഴയുള്ള ഒരു രാത്രിയും ഒരു ഹോട്ടൽ മുറിയും അവിടെ ഞെരിഞ്ഞമർന്നു പോയൊരു പെണ്ണിന്റെ ദയനീയമായ നിലവിളിയും വർഷങ്ങൾക്കിപ്പുറവും ചെവിയിൽ മുഴങ്ങുന്നതായി രഘുവിനും ശാന്തിക്കും തോന്നി. നാദിറ. അവരിവരിരുവരും ഒരുമിച്ച് ആ പേര് പറഞ്ഞപ്പോൾ മുന്നിലെ സ്ത്രീ ഒന്ന് ചിരിച്ചു. അതെ, നാദിറ തന്നെ. അപ്പോൾ എന്നെയോ എന്റെ പേരോ മറന്നിട്ടില്ല നിങ്ങൾ. അള്ളാഹുവിന്റെ കാരുണ്യം തന്നെ. ഉയർന്ന നെഞ്ചിരിപ്പോടെ രഘുവും ശാന്തിയും തുറന്നു കിടക്കുന്ന വാതിലിനടുത്തേക്ക് നോക്കി. ഓ, നമ്മളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാവും അല്ലേ? എനിക്കറിയാം എന്റെ ഈ വരവ് നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന്, പ്രത്യേകിച്ചും ഇന്നലെ നിങ്ങളുടെ ഏക മകന്റെ വിവാഹമായിരുന്നല്ലേ? മണവാളനും മണവാട്ടിയും ഇന്നിവിടെയുള്ള ഈ ദിവസം തന്നെ ആവണം എന്റെ വരവെന്ന് അള്ളാഹ് കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണാൻ ഈ ദിവസം തിരഞ്ഞെടുക്കാൻ എനിക്ക് തോന്നിയത്. നാദിറ, ഞങ്ങൾ നിന്റെ കാല് പിടിക്കാം. ദയവ് ചെയ്ത് ഇവിടെ നിന്നൊന്ന് പോണം. എന്റെ മകനും കുടുംബക്കാരും പോയി കഴിഞ്ഞിട്ട് നമുക്ക് തമ്മിൽ കാണാം. നീ വിളിക്കുന്നിടത്തേക്ക് ഞങ്ങൾ വരാം. ഈശ്വരനെ വിചാരിച്ച് ഇപ്പോൾ നീ ഇവിടെ നിന്ന് പോണം. കൈകൾ കൂപ്പി തൊഴുത് ശാന്തി അത് പറയുമ്പോൾ ഒരു പരിഹാസച്ചിരിയോടെ നാദിറ അവിടെയുള്ള സോഫയിലിരുന്നു. ഇല്ല ശാന്തി, ഇന്ന് ഈ ദിവസം എനിക്ക് പടച്ചവൻ ഒരുക്കി തന്നതാണ്. എല്ലാവരും അറിയട്ടെ, നിന്റെ മകനും കുടുംബക്കാരും എല്ലാവരും അറിയട്ടെ. കോടീശ്വരനായ രഘുരാമന്റെയും ഭാര്യയുടെയും ചീഞ്ഞളിഞ്ഞ പഴയകാലം. ഇന്ന് ഈ കാണുന്ന സമ്പത്ത് മുഴുവൻ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അറിയട്ടെ എല്ലാവരും. നാദിറ, ദയവായി ഞങ്ങൾ. ഇല്ല, വേണ്ട. ആരും എന്നെ തടയാൻ നോക്കണ്ട. ഒരാളുടെയും ഒരു യാചനയും എനിക്ക് കേൾക്കണ്ട. കാരണം ഇതിനേക്കാളെല്ലാം വലുതായിട്ട് ഞാൻ യാചിച്ചിരുന്നു നിങ്ങളുടെ മുമ്പിൽ, എന്റെ മാനത്തിനു വേണ്ടി. അന്ന് അത് കേൾക്കാത്ത നിങ്ങളുടെ ഒരു യാചനയും ഇന്ന് എനിക്ക് കേൾക്കണ്ട. പിന്നെ എന്നെ ഉപദ്രവിക്കാൻ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്ക്. കാരണം പഴയ ആ നാദ്ര അല്ല ഞാൻ ഇന്ന്. തീ പാറുന്ന നാദ്രയുടെ കണ്ണുകൾക്കും വാക്കുകൾക്കും മുന്നിൽ തല താഴ്ത്തി നിൽക്കുമ്പോൾ രഘുവിന്റെ മനസ്സിൽ ആ പഴമയുള്ള പഴയ രാത്രിയായിരുന്നു. ജിത്തുവും താനും ആത്മസുഹൃത്തുക്കളായിരുന്നു. കോളേജിൽ വെച്ചുള്ള ആ സൗഹൃദം പഠനത്തിന് ശേഷം ഒരു ബിസിനസ്, ബാങ്ക് ലോൺ എടുത്ത് ഒന്നിച്ചു തുടങ്ങുന്നതിൽ തങ്ങളെ കൊണ്ടെത്തിച്ചു. ഇതിനിടയിൽ താൻ ശാന്തിയെ വിവാഹം കഴിച്ചിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴേ ജിത്തു സ്നേഹിച്ചിരുന്ന പെണ്ണായിരുന്നു നാദിറ. അന്യമതക്കാരി ആയതിനാൽ അവരുടെ വിവാഹം വീട്ടുകാർ എതിർത്തു. ജിത്തുവും നാദിറയും വിവാഹം രജിസ്റ്റർ ചെയ്ത് ഒന്നിച്ചു ജീവിക്കാൻ തുടങ്ങി. ഇരു വീട്ടുകാരും അവരെ തള്ളിക്കളഞ്ഞു. പക്ഷെ താനും ശാന്തിയും അവർക്കൊപ്പം നിന്നു. ബിസിനസ് കാര്യങ്ങളിൽ തന്നെക്കാൾ കേമൻ ജിത്തു ആയിരുന്നു. നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു അപകടത്തിൽ ജിത്തു മരിക്കുന്നത്. അവന്റെ മരണം തങ്ങളെ എല്ലാവരെയും തളർത്തി. ആ സമയം നാദിറ 4 മാസം ഗർഭിണിയായിരുന്നു. ജിത്തുവിന്റെ മരണത്തോടെ നാദിറ എല്ലായിടത്തും ഒറ്റപ്പെട്ടു. ചെന്നു കയറാൻ സ്വന്തമായ ഒരു വീട് പോലും ഇല്ലാത്ത അവളെ തങ്ങൾ കൂടെ കൂട്ടി. ഇതിനിടയിൽ ജിത്തുവിന്റെ മരണം ബിസിനസിനെയും വല്ലാതെ ബാധിച്ചിരുന്നു. ലാഭകരമായി പോയിരുന്ന ബിസിനസ് നഷ്ടത്തിലായതോടെ ബാങ്ക് ലോൺ അടവുകൾ പലതും മുടങ്ങി. ഒടുവിൽ സ്ഥാപനം ജപ്തിയുടെ വക്കിലെത്തിയപ്പോഴാണ് താനും നാദിറയും ബാങ്ക് മാനേജറെ കാണാൻ ബാങ്കിൽ പോയത്. ജിത്തുവിന്റെ ഭാഗത്തു നിന്നുള്ള ആൾ എന്ന നിലയ്ക്കായിരുന്നു നാദിറയെ കൂടെ കൂട്ടിയത്. എന്നാൽ അന്ന് അവിടെ വെച്ചുള്ള സംസാരത്തിൽ ലോൺ കുടിശ്ശിക മുഴുവൻ അടയ്ക്കാതെ വന്നാൽ തീർച്ചയായും ജപ്തി നടക്കുമെന്ന് മാനേജർ പറഞ്ഞപ്പോൾ എല്ലാം തകർന്നാണ് തങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയത്. പക്ഷേ വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ തന്നെ വിളിക്കുകയും കുടിശ്ശികയെല്ലാം ഒഴിവാക്കി തരാം, താനൊന്ന് കനിഞ്ഞാൽ എന്ന് പറഞ്ഞ അയാൾ തന്നോട് ആവശ്യപ്പെട്ടത് നാദിറയായിരുന്നു. നാദിറയുടെ ഉടലഴകിൽ അയാൾ ഭ്രമിച്ചിരുന്നു. ഒന്നും പറയാതെ ഫോൺ വെച്ചപ്പോൾ പോലും നാദിറയെ അയാൾക്ക് എറിഞ്ഞു കൊടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചിരുന്നില്ല. എന്നാൽ വീണ്ടും അയാൾ വിളിച്ച് കുടിശ്ശികയ്ക്കൊപ്പം ലോൺ മുഴുവൻ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ, ബിസിനസ് വലുതാക്കുന്നതിന് പുതിയ ലോണുകൾ നൽകാമെന്ന് പറഞ്ഞപ്പോൾ ശാന്തിയും തന്നോട് പറഞ്ഞു അവരുടെ നിർദ്ദേശം സ്വീകരിക്കാൻ. കാര്യങ്ങളൊന്നും പറയാതെ കുറച്ച് പണം ഒരാളിൽ നിന്ന് കടം വാങ്ങി ലോൺ തീർക്കാമെന്നും പറഞ്ഞാണ് തങ്ങൾ നാദിറയും ഒന്നിച്ച് മാനേജർ പറഞ്ഞ ഹോട്ടലിൽ എത്തിയത്. മുന്നോട്ടുള്ള ജീവിതത്തിന് ആ ബിസിനസ് വേണമെന്നുള്ളത് നാദിറയെ തന്റെ കൂടെ വരാൻ പ്രേരിപ്പിച്ചു. പിന്നെ ശാന്തി കൂടെയുള്ളതും. തങ്ങളിലുള്ള അവളുടെ വിശ്വാസം താനും ശാന്തിയും മുതലെടുത്തു. അന്ന് ആ മാനേജറുടെ മുറിയിലേക്ക് അവളെ വലിച്ചിഴച്ചു കൊണ്ടുപോയപ്പോൾ വയറ്റിലുള്ള കുഞ്ഞിനെ ഓർത്തെങ്കിലും തന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞ നാദിറയുടെ യാചന, മാനത്തിനു വേണ്ടിയുള്ള കരച്ചിൽ ഒന്നും തങ്ങളെ തളർത്തിയില്ല.
അന്ന് അവിടെ പെയ്ത ശക്തമായ മഴയിൽ അമർന്നുപോയി അവളുടെ രോദനങ്ങളെല്ലാം. അന്ന് ആ മുറിയിലേക്ക് മാനേജറെ കൂടാതെ വേറെയും ആരൊക്കെയോ കയറി ഇറങ്ങിപ്പോയി. ഒടുവിൽ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആ മുറിയിലേക്ക് കയറി തങ്ങൾ കണ്ടത് രക്തത്തിൽ മുങ്ങിയ നാദ്രയെയായിരുന്നു. ഒടുവിൽ ആരോ ആശുപത്രിയിൽ അവളെ എത്തിച്ചവരോടും ഒന്നും പറയാതെ പോരുമ്പോൾ ഒന്നുറപ്പായിരുന്നു, അവൾ രക്ഷപ്പെട്ടാലും അവളുടെ വയറ്റിലുള്ള ജീവൻ നഷ്ടപ്പെട്ടിരിക്കുമെന്ന്. പിന്നീട് ഏതു നിമിഷവും നാദ്രയുടെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചാണ് തങ്ങൾ ഇരുന്നത്. എന്നാൽ മാസം ഒന്ന് കഴിഞ്ഞിട്ടും അവളെക്കുറിച്ചൊരു വിവരവും ഇല്ലാതായപ്പോൾ താൻ അവിടെ ചെന്ന് നോക്കി. പക്ഷെ അവിടെ അങ്ങനെ ഒരു സ്ത്രീയുടെ ഓർമ്മകൾ പോലും അവശേഷിച്ചിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് തന്റെ വളർച്ചയുടെ നാളുകളായിരുന്നു. അതിനിടയിൽ നാദ്ര എപ്പോഴോ മറവിയുടെ കയത്തിൽ ആണ്ടുപോയിരുന്നു. പക്ഷെ ഇപ്പോഴിതാ അവൾ തങ്ങൾക്ക് മുന്നിൽ ഫണം വിരിച്ചൊരു കരിമൂർഖനെ പോലെ തകർക്കുകയാണിവിടെ എല്ലാം, ഇതുവരെ നേടിയതും വെട്ടിപ്പിടിച്ചതുമെല്ലാം. എന്താ രഘുരാമ, താൻ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയോ? പരിഹാസത്തിലുള്ള നാദ്രയുടെ ചോദ്യം ശിവരാമനെ ഞെട്ടിച്ചു. താനും ഇവളും എന്താടോ കരുതിയത്, ഞാൻ അവിടെ മരിച്ചു പോയിട്ടുണ്ടാവുമെന്നോ? ഇല്ലടോ, എനിക്ക് പടച്ചവൻ ജീവൻ തരികെ തന്നപ്പോൾ ഞാൻ ആദ്യം തൊട്ടു നോക്കിയത് എന്റെ വയറിന്റെ മേലെയാണ്. മരണത്തിന് മുമ്പ് എന്റെ ജിത്തു എനിക്ക് തന്നിട്ട് പോയ എന്റെ കുഞ്ഞിപ്പോഴും അവിടെ തന്നെ ഉണ്ടോന്നോ? ഉണ്ടായിരുന്നടോ, അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. താൻ എന്നെ കൂട്ടിക്കൊടുത്ത പിശാചുക്കളുടെ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങിയിട്ടും എന്നിൽ നിന്ന് അടർന്നു പോയത് അത് അവിടെ എന്റെ ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് ഇനിയും ഇവിടെ ജീവിതം ആവശ്യമുണ്ടെന്ന്. ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ആരും കൂട്ടിനില്ലാത്തൊരു പെണ്ണ് ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടാൽ അവൾക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടാവും അവളുടെ ശരീരവും നോക്കി. എനിക്കും ആവശ്യക്കാരുണ്ടായിരുന്നു ഒരുപാട്. മരിക്കാൻ പോലും എന്നെ അനുവദിക്കാതെ അവർ എനിക്കായി കാവൽ നിന്നു. അവരോടെല്ലാം ഞാൻ ആവശ്യപ്പെട്ടത് എന്റെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള അനുവാദമായിരുന്നു. എനിക്ക് അതിനെ വേണമായിരുന്നു, എന്റെ ജിത്തു എന്നിൽ ഏൽപ്പിച്ച ആ കുരുന്നിനെ. പിറന്നു കഴിഞ്ഞപ്പോൾ അതൊരു പെൺകുഞ്ഞായപ്പോൾ ഞാൻ പേടിച്ചു. കാരണം ഒരു വേശ്യയുടെ മകൾ, അവളുടെ ജീവിതം. ആ ഭയം ഞാൻ അവളെ ഒരു അനാഥത്തിലാക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? പകച്ച മുഖത്തോടെ ശ്വാസം പോലും വിടാതെ നാദ്രയെ നോക്കി ശാന്തിയുടെയും രഘുരാമന്റെയും ഹൃദയമിടിപ്പപ്പോൾ ആ മുറിയിലാകെ നിറയുന്നതായി നാദ്രയ്ക്ക് തോന്നി. മുഖമൊന്ന് വക്രിച്ച് അവരെ നോക്കി അവൾ തുടർന്നു. അന്ന് ഞാൻ അവിടെ ഏൽപ്പിച്ച എന്റെ മകളെയാണ് ഇന്നലെ നിങ്ങളുടെ മകൻ പ്രണയസാഫല്യത്തിനൊടുവിൽ നിങ്ങളുടേതാക്കിയത്. ഈ ലോകം മുഴുവൻ തങ്ങൾക്ക് ചുറ്റും വട്ടം കറങ്ങുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു രഘുവും ഭാര്യയും അപ്പോൾ. ചെവി രണ്ടും കൊട്ടിയടച്ചിരിക്കുന്ന പോലെ. അത് അവൾ നാദ്രയുടെ മകളോ? അതെ രഘു, അതെന്റെ അല്ല, ഞങ്ങളുടെ മകളായിരുന്നു. പടച്ചവൻ എത്ര കാരുണ്യവാനാണ് അല്ലേ? എന്റെ മകൾ നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ എല്ലാ സ്വത്തിനും സമ്പാദ്യത്തിനും അവകാശിയായ നിങ്ങളുടെ മകന്റെ കുഞ്ഞിനെ പെറ്റുപോറ്റി നിങ്ങളുടെ തലമുറ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വേശ്യയുടെ മകൾ. നാദ്ര, നീ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾക്കുള്ളതെല്ലാം അവൾക്കാണ്. തകർക്കരുതൊന്നും. അവളെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ മോളായി. ഞങ്ങൾ നിന്റെ കാല് പിടിക്കാം. കഴിഞ്ഞു പോയതൊന്നും ഇനി ഒരാളും അറിയരുതോ? ഞങ്ങളുടെ മകൻ ഒരിക്കലും അറിയരുത്. പൊറുക്കില്ല അവൻ ഞങ്ങളോട്. അവനെ ഞങ്ങൾക്ക് നഷ്ടമാവും. തന്റെ കാൽച്ചുവട്ടിലേക്ക് കുനിയുന്ന അവരെ വെറുപ്പോടെ നോക്കി നാദ്ര ഉറക്കെ വിളിച്ചു, മോളെ ദേവിപ്രിയ. ഞെട്ടിപ്പകച്ച് വാതിൽക്കലേക്ക് നോക്കിയ രഘു കണ്ടു, ഒരു വിടർന്ന ചിരിയോടെ നാദ്രക്കരികിലേക്ക് ഓടി വന്നവളെ കെട്ടിപ്പിടിക്കുന്ന സ്വന്തം മരുമകളെ. അവൾക്ക് പിന്നിലായി തീപ്പന്തം പോലെ ആളിക്കത്തുന്ന മകന്റെ മുഖവും. നഷ്ടപ്പെടുത്തുകയാണല്ലോ പെറ്റുപോറ്റി വളർത്തിയ മകനെയും നേടിയെടുത്ത സൽപ്പേരുകളും. പകച്ചു നോക്കണ്ടടോ, നിന്റെ മകനോട് ഇവളെല്ലാം പറഞ്ഞിരുന്നു. അവനിലെ അവശേഷിച്ച സംശയങ്ങളും ഇപ്പോൾ തീർന്നിരിക്കുന്നു. ഇനി നിന്നിലൊന്നും അവശേഷിക്കുന്നില്ല രഘു. നിന്റെ സമ്പാദ്യമോ നിന്റെ മകനോ ഒന്നും. ഈ കഥയെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ പോട്ടെ. ഉറച്ച കാൽവെപ്പുകളോടെ നാദ്ര നടന്നു നീങ്ങിയപ്പോൾ അവൾക്കൊപ്പം തങ്ങളെ ഉപേക്ഷിച്ച് മകനും കൂടി പോകുന്നത് കണ്ടപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു പരാജിതനായി രഘു ആ മുറിയിൽ തളർന്നിരുന്നു.